ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നിങ്ങൾക്ക് ഫിസിക്സ് എക്സാം ആണ്. അപ്പൊ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അപ്പൊ മാക്സിമം മാർക്കിന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ എന്തായാലും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ അതുവരെയാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഫസ്റ്റ് ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, സെക്കൻഡ് ടേമിന്റെ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ടേം മാത്രം പഠിക്കാണ്ട് ഫസ്റ്റ് ടേം കൂടെ ഉൾപ്പെടുത്തിയിട്ട് പഠിക്കണം. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ഫസ്റ്റ് ടേമിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ആ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അതിൽ പഠിക്കാനുള്ള കണ്ടന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, കൂളംസ് ലോ, വെക്ടർ ഫോം, ഇലക്ട്രിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഗോസസ് ലോ. ഇതാണ് നമുക്ക് ഡെഫിനിഷൻസ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് ഗോസസ് ലോ. ഗോസസ് ലോ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഗോസസ് ലോ. 2 മാർക്കിനാണ് ഗോസസ് ലോ ചോദിക്കുക. അപ്പൊ എന്താണ് ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ, ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അതായത് phi is equal to Q/ε0. ഇതാണ് ഗോസസ് ലോ. എന്തായാലും ഗോസസ് ലോ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഇനി അതിൽ വരുന്ന ഡെറിവേഷൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, പിന്നെ ആക്സിയൽ ലൈനിന്റെ ഡെറിവേഷൻ ഉണ്ട്, ഇക്വിറ്റോറിയൽ ലൈനിന്റെ ഡെറിവേഷൻ ഉണ്ട്, അതുപോലെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ആക്ട് ചെയ്യുന്ന ഡൈപോള്, പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. ഇതും ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. ഗോസസ് ലോയില് 3 അപ്ലിക്കേഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫീൽഡ് ഡ്യൂ ടു ചാർജ്ഡ് എ ലോങ് വയർ. അതാണ് 1ാമത്തെ അപ്ലിക്കേഷൻ. 2ാമത്തത് ചാർജ് എ പ്ലെയിൻ ഷീറ്റ്, അടുത്തത് സ്പെറിക്കൽ ഷെല്ല്. ഇങ്ങനെ 3 ഡെറിവേഷൻസ് ആണ് നമുക്ക് ഡെറിവേഷൻ ലെവൽ ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷന് ചോദിക്കുന്നത്. ഇതിൽ ഏത് ഡെറിവേഷൻ വേണമെന്നുണ്ടെങ്കിലും, എല്ലാം ഒരുമിച്ച് ചോദിക്കില്ല, പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ മസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷെല്ലിന്റെ കേസ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഷെല്ല്. ഷെല്ലിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ഷെല്ല്. പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഷെല്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഷെല്ലിന്റെ സെന്റർ ആണിത്. റേഡിയസ് അതിന്റെ ക്യാപിറ്റൽ ലെറ്റർ R വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഷെല്ലിന്റെ പുറത്ത് P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ P എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ക്ലോസ്ഡ് സർഫസ് ആണ് ഈ ഡോട്ടഡ് ആയിട്ട് ഈ വരച്ചിരിക്കുന്ന സ്ഫിയർ. ഇതാണ് ക്ലോസ്ഡ് സർഫസ്. ഇനി ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ അതിന് ഈ സെന്ററിൽ നിന്ന് P എന്ന് പറയുന്ന ആ ഷെല്ലിലോട്ടുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ R ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്മോൾ ഏരിയ നമ്മൾ DS ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഗോസസ് തിയറം ആണ്. നമുക്കറിയാം phi is equal to closed integral E dot ds is equal to Q/ε0. ഇതാണ് നമ്മുടെ ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ എഴുതി. അതില് E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് നമ്മൾ ഇന്റഗ്രലിന്റെ പുറത്തെടുക്കാം. ds is equal to Q/ε0 എന്ന് വരും. ഇനി ds അതായത് ഏരിയ, ഇവിടെ സ്ഫിയർ ആണ്. അപ്പൊ സ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ E into 4πr² is equal to, ഇനി Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു സ്പെറിക്കൽ ഷീറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് ഉള്ളത്. സർഫസ് ചാർജ് ഡെൻസിറ്റിനെ സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സിഗ്മ is equal to Q/A. ഇതില് നമ്മൾ ക്യൂനെ അവിടെ നിർത്താം, ഈ എനെ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോയാ Q is equal to സിഗ്മ A എന്ന് കിട്ടും.
അതില് എ എന്ന് പറയുന്നത് ഏരിയയാണ്. അത് എന്തിന്റെ ഏരിയയാണ്? നമ്മുടെ ഈ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഷെല്ലിന്റെ ഏരിയയാണ്. അപ്പൊ അതിന്റെ ഏരിയ സ്ഫിയർ തന്നെ ആയതുകൊണ്ട് 4π, റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആയതുകൊണ്ട് 4πr² എന്ന് വരും. അപ്പൊ നമ്മൾ അതിവിടെ ക്യൂബ് ആറിനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ 4πr² ഡിവൈഡഡ് ബൈ ε0. ഇനി ഇവിടെ രണ്ട് സൈഡും കോൺസ്റ്റന്റ് ടേമുകൾ ഉണ്ട്, നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെയും 4π ഉണ്ട്, ഇവിടെയും 4π ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇയുടെ വാല്യൂ ആണ്. അപ്പൊ ഈനെ അവിടെ നിർത്താം, ഇലക്ട്രിക് ഫീൽഡിനെ അവിടെ നിർത്താം. ഈ r² ഈക്വൽ ടു ഇപ്പുറത്ത് വന്ന സിഗ്മ ഡിവൈഡഡ് ബൈ ε0 r² ഡിവൈഡഡ് ബൈ സ്മോൾ r² എന്ന് കിട്ടും. ഇതാണ് ഈ ഷെല്ലിന്റെ ഔട്ട്സൈഡിലെ ഇലക്ട്രിക് ഫീൽഡ്. അത് പുറത്ത് നമ്മളൊരു പോയിന്റ് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തപ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് സിഗ്മ ബൈ ε0 r/r² എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔട്ട്സൈഡ് ഇപ്പൊ ചെയ്തു, ഇനി ഇൻസൈഡ് ചെയ്യണം. അതായത് ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ ഈ ഷെല്ലിന്റെ ഉള്ളിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസൈഡില് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഉള്ളിലത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് വരാ? 0 ആണ് വരാ. കാരണം എന്താണ്? ഉള്ളിൽ ചാർജ് ഇല്ല. ഉള്ളിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ചാർജ്, ഒരു പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ചാർജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ചാർജിന്റെ സറൗണ്ടിങ് റീജിയനിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ചാർജ് തന്നെ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇനി അടുത്തത് ഓൺ ദി സർഫസ്. മൂന്നാമത്തെ കേസാണ് ഓൺ ദി സർഫസ്. അതായത് നമ്മൾ ഈ സർഫസിൽ പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഈ സ്മോൾ ആറും. അതായത് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആറിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നമ്മുടെ ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 r² ഡിവൈഡഡ് ബൈ r² എന്ന് പറയുന്ന ഇക്വേഷനിൽ ഈ സ്മോൾ ആറിന് പകരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആറും ക്യാൻസൽ ആയത് പോകും. ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 r² ഡിവൈഡഡ് ബൈ r² എന്നാവും. അപ്പൊ ഈ r² ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? സിഗ്മ ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും. ഇതാണ് ഓൺ ദി സർഫസിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഷെല്ലിലെ ഔട്ട്സൈഡ് ദ ഷെല്ലിൽ നമ്മൾ പഠിച്ചു, ഇൻസൈഡ് ദ ഷെല്ലിൽ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു, ഓൺ ദി ഷെല്ലിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു. ഈ 3 കേസ് 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇനി ഗോസസ് തിയറത്തിന്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫിനിറ്റ്ലി ലോങ് യൂണിഫോം ചാർജ്ഡ് വയർ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു ചാർജ്ഡ് വയർ ആണ് വെച്ചിരിക്കുന്നത്. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് വയർ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വയറിന്റെ പുറത്ത് നമ്മൾ r ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമ്മൾ അതിനറിയാം ക്ലോസ്ഡ് സർഫസ് വരയ്ക്കണം. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഗോഷിയൻ സർഫസ് ആണ് എന്ത്? ഈ സിലിണ്ടർ ഷേപ്പിൽ നമ്മൾ വരയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഫൈ ഇസ് ഈക്വൽ ടു, ആദ്യം തിയറം എഴുതാം, ഇന്റഗ്രൽ ഇ ഡി എസ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. നമ്മൾ ഡെഫിനിഷൻ എഴുതി. ഇനി അതില് ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രലിന് പുറത്ത് ഇ എടുത്തു. ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. ഇനി ഡി എസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏരിയയാണ്. ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റീജിയനിലാണ് നമ്മൾ ഏരിയ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സിലിണ്ടറിന്റെ ഏരിയ മൊത്തമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് കർവ്ഡ് സർഫസ് ഏരിയ മാത്രം മതി. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ ഒരു സിലിണ്ടറിന്റെ 2πrl ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഇന്റഗ്രൽ മാറ്റി കഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ ds എന്തെന്ന് കിട്ടും? 2πrl എന്ന് കിട്ടും. ഈക്വൽ ടു, ഇനി ക്യൂവിനെ നമ്മൾ മാറ്റണം. ക്യൂ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു ലോങ് വയർ ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ വയർ ആയതുകൊണ്ട് അവിടെ വരുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എ. നമ്മൾ ക്യൂവിനെ അവിടെ നിർത്താ, ഡിവൈഡഡ് ബൈ എനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന ലാംഡ ഇൻറ്റു എ എന്ന് വരും. അപ്പൊ ലാംഡ ഇൻറ്റു എ എന്ന് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ എൽ എന്നാണ് എടുക്കുക, കാരണം
ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലാംഡ എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് വരും. ഇവിടെയും എൽ ഉണ്ട്, ഇവിടെയും എൽ ഉണ്ട്. എല്ലും എല്ലും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തെന്ന് എഴുതാൻ പറ്റും? E is equal to ഈ 2πr നെ ഈക്വൽ ടുന്റെ പുറത്ത് കൊണ്ടുവന്ന ലാംഡ ഡിവൈഡഡ് ബൈ 2πr എപ്സിലോൺ 0. ഇതാണ് ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, ലാംഡ ഡിവൈഡഡ് ബൈ 2πr എപ്സിലോൺ 0. ഇനി മൂന്നാമത്തെ കേസാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എനി യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത് നോക്കിയൊക്കെ ഒരു പ്ലെയിൻ ഷീറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ പ്ലെയിൻ ഷീറ്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഗോഷിയൻ സർഫസ് ആണ് ഈ സിലിണ്ടർ ഷേപ്പ് വരച്ചിരിക്കുന്നത്. ഇത് ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഷീറ്റിനെ പെനിട്രേറ്റ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും ഉണ്ട്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലും ഉണ്ട്. അപ്പൊ രണ്ട് ഏരിയ വരുന്നുണ്ട്, അതുപോലെ രണ്ട് സൈഡിലും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. phi is equal to closed integral E dot ds is equal to q by epsilon 0. അത് എഴുതി. അതിൽ ഈ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഇന്റഗ്രലിന് പുറത്തെടുത്തു. ds is equal to q by epsilon 0. ഇനി ds ഇന്റഗ്രൽ ds, ഇവിടെ രണ്ട് ഏരിയ ഉണ്ട്, ഇവിടെയും ഏരിയ ഉണ്ട്, ഇപ്പുറത്തും ഏരിയ ഉണ്ട്. അപ്പൊ 2ds എന്നാവും. E into 2ds is equal to ഇനി q. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു ഷീറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഷീറ്റ് ആയതുകൊണ്ട് ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആയ സിഗ്മയാണ് ഉള്ളത്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന q is equal to സിഗ്മ a എന്ന് വരും. ഇവിടെ എ എന്ന് പറയുന്നത് ഏരിയ ആണ്, നമ്മൾ ഇവിടുത്തെ കേസിൽ ds ആയിട്ട് എടുത്തത് കൊണ്ട് നമുക്ക് q is equal to സിഗ്മ ds എന്ന് എഴുതാം. അപ്പൊ ഈ q കാണുന്നോട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? സിഗ്മ ds എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഈ നെക്സ്റ്റ് സ്റ്റെപ്പില് ഇവിടെയും ds ഉണ്ട്, ഇവിടെയും ds ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ E is equal to സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. പിന്നെ ഇവിടെ എന്തുണ്ട്? ഈ 2 ഉണ്ട്. ഈ ഇൻറ്റു 2നെ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുവന്ന ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, അതായത് ഒരു ഷീറ്റില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് എന്തായാലും പഠിച്ചിട്ട് പോകണം, ഗോസസ് തിയറവും അതിന്റെ അപ്ലിക്കേഷൻസും. നെക്സ്റ്റ് വൺ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അതിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഒരു ഭാഗവും കപ്പാസിറ്റൻസിന്റെ വേറൊരു ഭാഗം, അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഉള്ളത്. അതില് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കേണ്ട ഡെറിവേഷൻ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. പിന്നെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററും പിന്നെ കപ്പാസിറ്റൻസ് വിത്ത് ഡൈ ഇലക്ട്രിക്കും. ഇങ്ങനെ 3 ഡെറിവേഷൻസും അതുപോലെ ഒരു തിയറിയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ്, ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. പിന്നെ നമുക്ക് അറിയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ എല്ലാ ഭാഗത്തും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ എല്ലാ റീജിയനിലെയും പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് ഇതിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് നമ്മുടെ മുന്നത്തെ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ആൻ ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Write any 2 properties of EQ potential surface. EQ potential surfaceന്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു മൂവിംഗ്
ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഇന്നൊരു പോയിന്റിലേക്ക് ആ ചാർജിനെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ നെവർ ഇന്റർസെക്ട്. നമ്മൾ ആ പിക്ചർ വരച്ചപ്പോ കണ്ടു, ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. മൂന്നാമത്തെ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസസ് നോർമൽ ടു ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ്. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് സ്കിപ്പ് ചെയ്യരുത്. ഈ 3 പ്രോപ്പർട്ടീസും എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നും പഠിച്ചിട്ട് വേണം പോവാൻ. നെക്സ്റ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും ഐസൊലേറ്റഡ് പോയിന്റ് ചാർജും പോസിറ്റീവ് ചാർജിന്റെ ഫിഗർ വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പോയിന്റ് ചാർജിന്റെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പോയിന്റ് ചാർജിന്റെ ഫിഗർ വരാം. അതേപോലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ ഈ 2 ഫിഗറും വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി അതിൽ അടുത്ത ഡെറിവേഷൻ ആണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ് ചാർജിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതിന് നമ്മളൊരു ചാർജ് പോയിന്റ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്തു, +q ചാർജ്. അത് പി ഡിസ്റ്റൻസ് അല്ലെ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് r ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ q മുതൽ p വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. ഇനി നമ്മൾ അടുത്തത് ഇവിടെ 2 പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, a എന്ന് പറയുന്ന പോയിന്റും b എന്ന് പറയുന്ന പോയിന്റും. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യണം. അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്, dx എന്ന് പറയുന്നത്. ഇനി എ മുതൽ +q വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ x വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മളൊരു പോയിന്റ് ചാർജിനെ ഈ r ഡിസ്റ്റൻസ് അകലെയുള്ള നമ്മുടെ ടെസ്റ്റ് ചാർജിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താണ്, അതാണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് -f dx എന്ന് വരും. ഇനി വർക്ക് ഡൺ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r -f dx എന്ന് വരും. f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുളംസ് ലോ പ്രകാരം നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 1/4πε0 q1 q0 ഡിവൈഡഡ് ബൈ x². അതില് q0 എന്ന് പറയുന്നത് 1 ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്തെന്ന് വരും, f എന്ന് പറയുന്നത് 1/4πε0 q/x² dx എന്ന് വരും. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കോൺസ്റ്റന്റ് ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തോട്ട് എടുക്കാം. അപ്പൊ കോൺസ്റ്റന്റ് ടേം ആണ് -1/4πε0 q എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്. അത് നമ്മൾ ഇന്റഗ്രേറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തുണ്ട്, 1/x² ഉണ്ട്, dx ഉണ്ട്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/x² dx അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് -1/x ആണ്. അപ്പൊ നമ്മൾ അവിടെ -1/x കൊടുക്കുക, ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. നമ്മുടെ ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ടു r ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ലിമിറ്റ്. അപ്പൊ ഇവിടെ ലിമിറ്റ് കൊടുക്കുക ഇൻഫിനിറ്റി ടു r. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ 1/x കാണോട്ട് എന്ത് കൊടുക്കുക, ആദ്യം r കൊടുക്കുക, -1/x കാണോട്ട് ഇൻഫിനിറ്റി കൊടുക്കുക. 1/∞ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 1/∞ 0 ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് കിട്ടും, 1/4πε0 q/r എന്ന് കിട്ടും. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. V is equal to 1/4πε0 q/r എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ ഓംസ് ലോ, മൊബിലിറ്റി, ഇന്റേണൽ റെസിസ്റ്റൻസ്, EMF, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പിന്നെ ക്രിച്ച്ഓഫ് ലോസ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒന്നാണ് ക്രിച്ച്ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ക്രിച്ച്ഓഫിന്റെ 2 ലോ നമുക്ക് പഠിക്കാനുണ്ട്. ജംഗ്ഷൻ റൂളും പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറന്റ് റൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ഇനിയൊന്ന് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്ന് പറയും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറന്റും തമ്മിലുള്ള റിലേഷൻ.
പിന്നെ റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ. പിന്നെ ഉള്ളത് വെക്ടർ ഫോം, ഓംസ് ലോന്റെ വെക്ടർ ഫോം ചോദിക്കാം. പിന്നെ സീരീസ് കണക്ഷന്റെയും പാരലൽ കണക്ഷന്റെയും സെല്ലുകളുടെ അറേഞ്ച്മെന്റ്, വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ആയിട്ടും വരുന്നതാണ് വീസ്റ്റോൺ ബ്രിഡ്ജിൻ ബാലൻസിങ് കണ്ടീഷൻ. ഷുവർ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കുന്നതാണ് ക്രിച്ചോഫിന്റെ ലോയും വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡെറിവേഷനും. അപ്പൊ അത് ആരും പഠിക്കാതെ സ്കിപ്പ് ചെയ്ത് പോവരുത്, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് എന്തായാലും നോക്കിയിട്ട് വേണം പോവാൻ. അപ്പൊ ഫസ്റ്റത്തെ ക്രിച്ചോഫിന്റെ ലോ. 2 ലോയാ ഉള്ളത് എന്ന് പറഞ്ഞു. ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറന്റ് റൂൾ എന്ന് പറയും. ജംഗ്ഷൻ റൂൾ പറയുന്ന ഇങ്ങനെ പേരാണ് കറന്റ് റൂൾ. ഇനി രണ്ടാമത്തേതാണ് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ പറയണത് വോൾട്ടേജ് റൂൾ. അപ്പൊ എന്താണ് ക്രിച്ചോഫിന്റെ കറന്റ് റൂൾ എന്ന് പറയുന്നത്? കറന്റ് എൻറ്റർ ചെയ്യുന്ന ജംഗ്ഷനും കറന്റ് ലിവ് ചെയ്യുന്ന ജംഗ്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ക്രിച്ചോഫിന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ടോട്ടൽ ഇൻകമിംഗ് കറന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറന്റ്. ഇനി അപ്പൊ അവിടുത്തെ ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് സം ഓഫ് കറന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ലൂപ്പ് റൂൾ പറയുന്നത് വോൾട്ടേജിന്റെ സമ്മ്, അതായത് സം ഓഫ് ഓൾജിബ്രിക് സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ദ ടോട്ടൽ EMF. നമ്മൾ കൊടുക്കുന്ന EMF എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ഇതിലെ ഓരോ വോൾട്ടേജിന്റെയും സം എന്ന് പറയുന്നത്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഓഫ് V is equal to എന്താ ഇക്വേഷൻ? I into R എന്നാണ്. അപ്പൊ കറന്റും റെസിസ്റ്റൻസും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് എന്ത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതാണ് ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. 2 ലൂപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലൂപ്പ്, ഇത് സെക്കൻഡ് ലൂപ്പ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡെറിവേഷൻ ചെയ്യാൻ പോണത്. അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 4 റെസിസ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. ഇതാണ് അതിന്റെ ഫസ്റ്റ് റെസിസ്റ്റർ, ഇത് സെക്കൻഡ് വൺ, തേർഡ്, ഫോർത്ത്. ഫിഗർ നീറ്റ് ആയിട്ട് വരയ്ക്കണം. ഇത് P, ഇത് Q, ഇത് S, ഇത് R. ഇതാണ് 4 റെസിസ്റ്റേഴ്സ്. പിന്നെ നമ്മൾ ഇതിന് പേര് കൊടുക്കുക. ഇത് A, B, C, D. ഇനി ബിയിൽ നിന്ന് ഡിയിലോട്ട് നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് EMF ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി കറന്റ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. I എന്ന് പറയുന്ന കറന്റ് ഈ പോയിന്റിൽ വരെ I എന്ന് പറയുന്ന കറന്റ് ആണ്. ഇത് ഒന്നാമത്തെ റെസിസ്റ്റർ ആയ പിയിലോട്ട് കടക്കുമ്പോൾ കറന്റ് എന്ന് പറയുന്നത് I1 ആയിട്ട് മാറും. ഇനി P2 രണ്ടാമത്തെ റെസിസ്റ്റർ ആയ ആറിലോട്ട് കടക്കുമ്പോൾ ഈ കറന്റ് I2 കറന്റ് ആയിട്ട് മാറും. ഇനി ഇവിടെ Q എന്ന് പറയുന്ന റെസിസ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇത് I3 കറന്റും, ഇത് S എന്ന് പറയുന്ന റെസിസ്റ്ററിലേക്ക് കടക്കുമ്പോൾ കറന്റ് എന്ന് പറയുന്നത് I4 ആണ്. ഗാൽവനോമീറ്ററിലേക്കുള്ള കറന്റ് IG-യുമാണ്. ഈ സിസ്റ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗാൽവനോമീറ്ററിന്റെ ബാലൻസിങ് കണ്ടീഷൻ IG എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ക്രിച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ പ്രകാരം നമുക്ക് എടുക്കാൻ പറ്റും. ജംഗ്ഷൻ റൂൾ പ്രകാരം I1 കറന്റും I3 കറന്റും I3 കറന്റും എന്താണ്? ഈക്വൽ ആണ്. അതേപോലെ I2 കറന്റും I4 കറന്റും I4 എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. ഇനി നമ്മൾ ലൂപ്പ് റൂൾ പ്രകാരം നമ്മൾ ഇവിടെ 2 ലൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ലൂപ്പ് A B D A എന്ന് പറയുന്ന ലൂപ്പ്, A B D A എന്ന് പറയുന്ന ലൂപ്പാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ലൂപ്പ്. ആ ലൂപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കറന്റ് നോക്കാം നമുക്ക്. I1 അത് കടന്നു പോകുന്ന റെസിസ്റ്റർ ഏതാണ്? P എന്ന് പറയുന്ന റെസിസ്റ്റർ ആണ്. പ്ലസ് അടുത്തത് കടക്കുന്നത് ഗാൽവനോമീറ്ററിലേക്കാണ്, IG ക്യാപിറ്റൽ G. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാണ്, പക്ഷെ കറന്റിന്റെ ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -I2 R is equal to 0. ഇനി നമുക്കറിയാം
ബാലൻസിങ് കണ്ടീഷൻ IG എന്താണ് 0 ആണ്. അപ്പൊ ഈ ടേം അങ്ങനെ എന്തായി പോവും 0 ആയി പോവും. അപ്പൊ I1P ഈക്വൽ ടു ഈ -I2 R അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ +I2R എന്ന് കിട്ടും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ അടുത്ത ലൂപ്പ് കൺസിഡർ ചെയ്യാണ്, രണ്ടാമത്തെ ലൂപ്പ്. ആ ലൂപ്പ് നമ്മൾ എടുക്കുന്നത് ഇതാണ്, BCDB എന്ന് പറയുന്ന ഈ ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതെടുക്കുന്ന സമയത്ത് I3 കറന്റ് പാസ് ചെയ്യുന്നത് Q എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടെയാണ്. അപ്പൊ I3Q. ഇനി ഇങ്ങോട്ടാണ് വരുന്നത്, പക്ഷെ കറന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ -I4S. ഇനി ഇങ്ങോട്ടാണ് പോകുന്നത്, പക്ഷെ ആരോ മാർക്ക് ഓപ്പോസിറ്റ് ആണ് കറന്റിന്. അപ്പൊ -IG G ഈക്വൽ ടു 0. നമുക്കറിയാം IG-യുടെ വാല്യൂ ബാലൻസിങ് കണ്ടീഷനിൽ 0 ആണ്. അപ്പൊ ആ ടേം പോയി. ഈ I4S-നെ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ I3Q എന്ന് പറയുന്നത് ഈക്വൽ ആണ് I4S-ന്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇങ്ങനെ നമുക്ക് 1ഉം 2ഉം 2 ഇക്വേഷൻ കിട്ടും. ഇതിൽ നമ്മൾ ചെയ്യണത് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷൻ I1P ഡിവൈഡഡ് ബൈ I3Q ഈക്വൽ ടു, രണ്ടാമത്തത് I2R ഡിവൈഡഡ് ബൈ I4S. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് I1ഉം I3യും ഈക്വൽ ആണ്. അപ്പൊ I1ഉം I3 ഈക്വൽ ആയതുകൊണ്ട് ഇതും ഇതും എന്തായി പോയി, ക്യാൻസൽ ചെയ്ത് പോയി. അടുത്തത് I3യും I2ഉം I4ഉം ഈക്വൽ ആണ്. അപ്പൊ I2ന്റെ ടേമും I4ന്റെ ടേമും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, P/Q എന്ന് പറയുന്നത് ഈക്വൽ ആണ് R/S എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ബാലൻസിങ് കണ്ടീഷൻ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ ആണ് P/Q ഈക്വൽ ടു R/S എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നതാണ് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ. ആ നാലാമത്തെ ചാപ്റ്ററിലുള്ള ടോപ്പിക് ആണ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബയോ-സേവേർട്ട് ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബയോ-സേവേർട്ട് ലോയും അതിന്റെ അപ്ലിക്കേഷനും പഠിച്ചിട്ട് വേണം പോവാൻ. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കൺവെർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്ററും ഗാൽവനോമീറ്റർ ടു വോൾട്ട്മീറ്റർ. അപ്പൊ ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും പഠിച്ചിട്ട് വേണം പോവാൻ. പിന്നെ അതിൽ വരുന്ന ഡെറിവേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ബയോ-സേവേർട്ട് ലോന്റെ അപ്ലിക്കേഷൻ വരും. പിന്നൊന്ന് ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ 2 ഡെറിവേഷൻസ് ഉണ്ട്, അപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താണ് ആംപിയർ സർക്യൂട്ടൽ തിയറം എന്നും ഉണ്ട്. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബയോ-സേവേർട്ട് ലോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബയോ-സേവേർട്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ I എന്ന് പറഞ്ഞ കറന്റിന്റെ ഡയറക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് P എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഡിസ്റ്റൻസ് R ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സ്മോൾ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതാണ് DL എന്ന് പറയുന്നത്. ഈ DL-ഉം അതുപോലെ R-ഉം തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഇത്രയാണ് നമുക്ക് ഈ പിക്ചർ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡെറിവേഷൻ അല്ലെങ്കിൽ ലോ എന്താണെന്നാണ് പറയാൻ പോണ. ആംപിയർ സർക്യൂട്ടൽ ലോ. കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? കറന്റിന് പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ലെങ്ത് ഓഫ് ദി കറന്റ് എലമെന്റ് DL. അപ്പൊ ലെങ്ത് ഓഫ് ദി കറന്റ് എലമെന്റ് DL-ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി മൂന്നാമത്തത്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്? സൈൻ തീറ്റയ്ക്ക്. അതായത് തീറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ളതാണ്? DL-ഉം R-ഉം തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഏത്? സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ സൈൻ തീറ്റ. ഇനി അടുത്തത് R സ്ക്വയർ, അതായത് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഈ R, ഈ ഇതല്ലേ നമ്മുടെ ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്.
ഇതാണ് നമ്മുടെ 4 പോയിന്റ്. അത് യൂസ് ചെയ്തിട്ട് ഡി ബി മാഗ്നറ്റിക് ഫീൽഡ് എന്തിനൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? കറന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡി എൽ കറന്റ് എലമെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സൈൻ തീറ്റ അത് അതിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആർ സ്ക്വയറിനാണ്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് μ0 ഡിവൈഡഡ് ബൈ 4π എന്ന് പറയുന്നത്. ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ബയോ-സേവേർട്ട് ലോന്റെ അപ്ലിക്കേഷൻ, തിയറത്തിന്റെ ഇക്വേഷൻ. dB is equal to μ0 divided by 4π ideal sin theta divided by r square. അതിൽ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇനി μ0 ഡിവൈഡഡ് ബൈ 4π ന്റെ വാല്യൂ വന്നിട്ട് 10⁻⁻7 ആണ്. μ0 ന്റെ വാല്യൂ 4π into 10⁻⁻7 ആണ്. ഇത് അറിഞ്ഞിരിക്കണം. പ്രോബ്ലം വരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിന് ചെയ്യാൻ ഈ വാല്യൂസ് അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ ബയോ-സേവേർട്ട് ലോ എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ ബയോ-സേവേർട്ട് ലോന്റെ അപ്ലിക്കേഷൻസിൽ വരുന്നത്. അപ്പൊ അപ്ലിക്കേഷൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സർക്കുലാർ ലൂപ്പിന്റെ കേസാണ് നമ്മൾ പറയാൻ പോണത്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിൽ നിന്ന് p ഡിസ്റ്റൻസ് അകലെ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ ഡിസ്റ്റൻസ് x ആയിട്ട് എടുത്തു. ഇനി ഇവിടെ ഒരു സ്മോൾ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് dl എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ താഴത്തും ഒരു സ്മോൾ ഏരിയ എടുക്കുന്നുണ്ട്. അതും dl ആണ്. ഈ dl ഈ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ഈ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r. അപ്പൊ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസും വരാം. ഇനി ഇത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതേപോലെ താഴത്തെ കറന്റ് എലമെന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഈ dp എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ഒരു കറന്റ് എലമെന്റ് ആണ് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളിവിടെ സ്മോൾ ഏരിയ dl നമ്മൾ എടുക്കാൻ കാരണം, രണ്ടെണ്ണം എടുക്കാൻ കാരണം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ടേം ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലും താഴത്തും എന്തെടുത്തത്? dl എടുത്തത്. ഇനി നോക്കാം, ഇതാണ് നമ്മുടെ db. ഈ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ db കോസ് ആൽഫ ആയിട്ട് എടുത്തു. ഈ ആംഗിൾ നമ്മൾ ആൽഫ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ആംഗിളും എന്തായിരിക്കും? ആൽഫ ആയിരിക്കും. അപ്പൊ അത് db കോസ് ആൽഫ. അപ്പൊ ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ത് വരും? db സൈൻ ആൽഫ എന്ന് വരും. ഇനി നമ്മൾ താഴത്ത് ഇവിടെ ഈ dl കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിനും ഇതുപോലെ രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റും ഇന്നൊന്ന് വെർട്ടിക്കൽ കമ്പോണന്റും. ഇത് db സൈൻ ആൽഫ, ഇത് db കോസ് ആൽഫ. ഇനി നമുക്കറിയാം ഇതും db കോസ് ആൽഫയാണ്, ഇതും db കോസ് ആൽഫയാണ്. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ രണ്ടും എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? db സൈൻ ആൽഫ. അത് രണ്ട് db സൈൻ ആൽഫ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുക? db സൈൻ ആൽഫ എടുക്കുക. അതിനെന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ db സൈൻ ആൽഫനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ db എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ബയോ-സേവേർട്ട് ലോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ db യുടെ വാല്യൂ? μ0 ഡിവൈഡഡ് ബൈ 4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ സൈൻ ആൽഫ. ഇനി ഇതിൽ കോൺസ്റ്റന്റ് ഈ സൈൻ ആൽഫയെ നമ്മൾ മാറ്റി എഴുതണം. സൈൻ ആൽഫയെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു ഏരിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രയാങ്കിൾ. സൈൻ ഇതാണ് നമ്മുടെ ആംഗിൾ. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എയും ഹൈപ്പോട്ടന്യൂസ് ആറുമാണ്. അപ്പൊ a/r എന്ന് കിട്ടും. നമ്മൾ സൈൻ ആൽഫ കാണോട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? a/r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതില് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യണത് ഈ ആറും ഇവിടുത്തെ ആർ സ്ക്വയറും ചേർന്നിട്ട് r³ ആയി നെക്സ്റ്റ് സ്റ്റെപ്പിൽ കോൺസ്റ്റന്റ് ടേമുകളെ നമ്മൾ എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടുത്തെ r³. ആ r³ നമ്മൾ മാറ്റി എഴുതണം. എങ്ങനെയാണ് അത് മാറ്റി എഴുതുക? പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട്. എന്താ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ആണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇതാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ആണ് ബേസ് x ആണ് x സ്ക്വയർ പ്ലസ് a സ്ക്വയർ.
അപ്പൊ r is equal to root of x square plus a square എന്ന് വരും. റൂട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x square plus a square whole raised to 1/2 എന്ന് വരും. അപ്പൊ r ന്റെ വാല്യൂ എന്ന് പറയുന്നത് x square plus a square whole raised to 1/2 ആണ്. ഇവിടെ r ക്യൂബ് എന്നുണ്ട്, ആ ക്യൂബും കൂടെ ചെയ്യുമ്പോഴാണ് 3/2 എന്ന് പവർ വന്നത്. അത് കോൺസ്റ്റന്റ് ടേമാണ് നമ്മൾ പുറത്തെടുത്തു. ഇവിടെ ഇന്റഗ്രൽ dl എന്നുണ്ട്. ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്? സർക്കിൾ അല്ലേ. അപ്പൊ സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 2πr. ഇവിടെ റേഡിയസ് നമ്മൾ a ആയിട്ട് എടുത്തുകൊണ്ട് 2πa എന്ന് വരും. ഇതിൽ ക്യാൻസൽ ചെയ്യേണ്ട ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4π ഉണ്ട്, ഇവിടെ 2π ഉണ്ട്, കട്ട് ചെയ്താൽ ഇവിടെ 2 എന്ന് വരും. ഇനി ഒരു ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാനില്ല. ഇവിടെ a ഉണ്ട്, ഇവിടെ a ഉണ്ട്, അപ്പൊ a സ്ക്വയർ എന്ന് വരും. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അപ്ലിക്കേഷനിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് b is equal to μ0 n(i)a square divided by 2 into a square plus x square whole raised to 3/2 എന്ന് വരും. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഇതിന്റെ സെന്ററിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ, അതായത് നമ്മളിപ്പോ ഈ പി എന്ന് പറയുന്ന പോയിന്റിലല്ലേ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്ത്, ഇനി ഇത് സർക്കിളിന്റെ സെന്ററിലാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലോ ഈ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇതിൽ എക്സ് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? b is equal to μ0 n(i)a square divided by 2a square എന്ന് വരും. 2a ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെന്ററിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, ആ പോയിന്റ് നമ്മൾ സെൻട്രൽ സർക്കിളിന്റെ സെന്ററിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് d is equal to μ0 n(i)a square divided by 2a ക്യൂബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ തിയറം. എന്താണ് ആംപിയർ സർക്യൂട്ടൽ തിയറം എന്ന് ചോദിക്കും. എന്താണ് ആംപിയർ സർക്യൂട്ടൽ തിയറം? The line integral of magnetic field over a closed path എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്തിന്? μ0 times the total current enclosed by the path ന്. അതായത് b dot dl എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? μ0 into it. ഇതാണ് ഇക്വേഷൻ. ആംപിയർ സർക്യൂട്ടൽ ലോന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. രണ്ട് അപ്ലിക്കേഷൻ ആണുള്ളത്. ഒന്ന് സ്ട്രൈറ്റ് കണ്ടക്ടറും ഉണ്ട്, ഇന്നൊന്ന് സോളിനോയിഡിന്റെ കേസും ഉണ്ട്. അതിൽ നമുക്ക് എക്സാമിന് കൂടുതലും ചോദിക്കുന്നത് സ്ട്രൈറ്റ് കണ്ടക്ടറിന്റെ കേസാണ്. അപ്പൊ അതിന്റെ ഡെറിവേഷൻ നോക്കിയിട്ട് പോവാം. ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് കണ്ടക്ടർ. ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്ട്രൈറ്റ് കണ്ടക്ടർ. ഇതാണ് നമ്മൾ കറന്റ് പാസ് ചെയ്യുന്നത്. നമ്മൾ അറിയാം, ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിൽ കൂടെ കറന്റ് പാസ് ചെയ്താൽ അതിന് ചുറ്റും എന്ത് ഫോം ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ r ഡിസ്റ്റൻസ് അകലെ, a ഡിസ്റ്റൻസ് അകലെ p എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ p എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണാൻ പോണത്. അപ്പൊ നമ്മൾ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആദ്യം നമ്മൾ തിയറം എഴുതി. ഇന്റഗ്രൽ b ഡോട്ട് dl is equal to μ0 i. അതിനിവിടെ ആംഗിൾ എന്ന് പറയുന്നത് നോക്കിയൊക്കെ dl ഉം b യും സെയിം പാരലൽ ആയിട്ടാണ്. അതുകൊണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ കോസ് 0 ആയി പോവും. അപ്പൊ b dl is equal to μ0 i. b എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. എന്ത് ചെയ്യാ? പുറത്തെടുക്കാം. dl is equal to μ0 i. dl ഇവിടെ സർക്കിൾ ആണ് എടുത്തിരിക്കുന്നത്. സർക്കിളിന്റെ പെരിമീറ്റർ 2πr. ഇവിടെ റേഡിയസ് എടുത്തിരിക്കുന്ന a ആയതുകൊണ്ട് 2πa is equal to μ0 i. അതിൽ ബീനെ മാത്രം അവിടെ നിർത്താം. ഈ 2πനെ ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ എന്തെന്ന് കിട്ടും? b is equal to μ0 i divided by 2πa എന്ന് കിട്ടും. ഇതാണ് ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെറിവേഷൻ. ഇനി രണ്ടെണ്ണാണ് ഗാൽവനോമീറ്ററിനെ അമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കേസ് ഗാൽവനോമീറ്ററിനെ അമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കേസാണ്. അപ്പൊ ഗാൽവനോമീറ്ററിനെ അമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കണക്ഷൻ ആണ്? പാരലൽ കണക്ഷൻ ആണ്. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ റെസിസ്റ്റൻസ് ആണ്. ആ സ്മോൾ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഷഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ. ഇക്വേഷൻ, ഷഡ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിക്കുന്നത് 2 മാർക്കിനാണ് ചോദിക്കുക. S is equal to IG G divided by I minus IG. ഈ ഫിഗറും കൂടെ പഠിച്ചിരിക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഫിഗറും കൂടെ വരച്ചു വെക്കുക. അതേപോലെ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അവിടെ നമ്മൾ ഗാൽവനോമീറ്ററിനെ അമീറ്ററിലോട്ട് കണക്ട് ചെയ്യാൻ സ്മോൾ റെസിസ്റ്റൻസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കണക്ഷൻ പാരലൽ ആയിരുന്നു. ഇവിടുത്തെ കണക്ഷൻ സീരീസ് ആയിരിക്കും. അതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷഡ് റെസിസ്റ്റൻസിന് പകരം, അത് സ്മോൾ റെസിസ്റ്റൻസിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടുത്തെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V മൈനസ് IG ക്യാപിറ്റൽ G ഡിവൈഡഡ് ബൈ IG. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ?
ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററിലോട്ടുള്ള കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഫിഗർ രണ്ടും പാരലൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതില് ആദ്യത്തെ കേസ് നമ്മൾ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. സ്കിപ്പ് ചെയ്യരുത്. ഈ ചാപ്റ്ററിന് 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ്. 3 മാർക്കിന്റെ ആണിത്. അതേപോലെ ഇതിൽ വരുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം. അപ്പൊ 2 മാർക്കിന് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം എന്താ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. 3 മാർക്കിന്റെ സെക്ഷനിൽ ഡയാമാഗ്നറ്റിക് എന്താ, പാരാമാഗ്നറ്റിക് എന്താ, ഫെറോമാഗ്നറ്റിക് എന്താ ചോദിക്കും. ഇത് വെയിറ്റേജ് കുറവാണ്. 5 മാർക്കാണ് ഈ ചാപ്റ്ററിന് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് വിത്ത് എക്സാമ്പിളും അതിന്റെ ഫിഗറോട് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിലത്തെ പോയിന്റ്സ് എല്ലാ പോയിന്റ്സും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 3 പോയിന്റ് വെച്ചിട്ട് പഠിക്കുക. ഫിഗറും വിത്ത് എക്സാമ്പിളും കൂടെ പഠിച്ചു വെക്കുക. കാരണം 3 മാർക്കിനാണ് ചോദിക്കാറ്. അപ്പൊ 3 മാർക്കിന് ചോദിക്കുമ്പോൾ 2 പോയിന്റും ഒരു എക്സാമ്പിളും ആ ഫിഗറും വരച്ചിരിക്കണം കേട്ടോ. എക്സാമ്പിൾ മാത്രം എഴുതാനും ചോദിക്കും. അപ്പൊ എക്സാമ്പിൾ നന്നായിട്ട് നോക്കി വെക്കുക, ഓരോന്നിന്റെയും മാറി പോകരുത്. ഇനി ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വളരെ ചെറിയ ഡെഫിനിഷൻ ആണ്. എന്താ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് സീറോ. ഒരു ക്ലോസ്ഡ് സർഫസിന്റെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൽ പറയുന്നത്. അതായത് ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? 0 ആണെന്നാണ് പറയുന്നത്. അടുത്ത ചാപ്റ്റർ ആണ് 6ാമത്തെ ചാപ്റ്റർ, EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 മാർക്കാണ്. 8 മാർക്കിനാണ് നമ്മൾക്ക് എന്ത് ചോദിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന് നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിന് ചോദിക്കുന്നത്. അതിൽ വരുന്നത് ഫാരഡേസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെൻസസ് ലോ അതും പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഡെറിവേഷൻ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, ജനറേറ്റർ. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിലെ ഫസ്റ്റത്തെ ഫാരഡേസ് ലോയും ലെൻസസ് ലോയും ആണ്. ഡെഫിനിഷൻ പഠിക്കുക. എന്താണ് ഫാരഡേസ് ലോ എന്ന് പറഞ്ഞാൽ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF in a circuit is equal to time rate of change of magnetic flux through the circuit. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അതായത് ഇൻഡ്യൂസ്ഡ് EMF അതാണ് ഈ എപ്സിലോൺ എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ ആണ്? ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അത് n നമ്പർ ഓഫ് ടേൺസ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു n കൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ലെൻസസ് ലോ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആണ്, ഇവിടെ പൊളാരിറ്റി ആണ്. മാറിപ്പോവരുത്. പോൾസിന്റെ കാര്യമാണ് എന്തിൽ പറയുന്നത്? ലെൻസസ് ലോയിൽ പറയുന്നത്. അതുപോലെ ലെൻസസ് ലോ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിക്കും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജീനെ ബേസ് ചെയ്തിട്ടാണ് ലെൻസസ് ലോ ഉള്ളത്. അതുപോലെ ക്രിച്ചോഫിന്റെ സെക്കൻഡ് ലോയും കൺസർവേഷൻ ഓഫ് എനർജീനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്തതാണ് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. അതായത് ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും. അതിന് വരുന്നതാണ് ജനറേറ്റർ. നമ്മൾ വെച്ചിരിക്കുന്നത് 2 മാഗ്നറ്റിന്റെ ഇടയിലാണ്. അതിനെ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയും. ആ പെർമനന്റ് മാഗ്നറ്റിന്റെ ഇടയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ആർമേച്ചർ കോയിൽ വെച്ചിട്ടുണ്ട്. ആ ആർമേച്ചർ കോയിൽ അതിന്റെ ആക്സിസിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ അതിൽ ആ ആക്സിസ് ആയിട്ട് ആർമേച്ചർ കോയിൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. 2 റിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റിങ്ങിനെ പറയുന്ന പേരാണ് സ്ലിപ്പ് റിങ്സ്. ആ റിങ്ങിന്റെ പേരാണ് സ്ലിപ്പ് റിങ്സ് എന്ന് പറയും. ഓക്കെ. പിന്നെ നമ്മൾ ഗ്രാഫൈറ്റ് ബ്രഷ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് AC. അതായത് AC കറന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന കറന്റിനെ പറയുന്ന പേരാണ് എന്ത്? AC കറന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇലക്ട്രോ മാഗ്നറ്റിക്
ഇൻഡക്ഷൻ ആണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. അതേപോലെ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് ചോദിക്കും. എന്ത് എനർജി ആയിട്ടാണ് മാറുന്നത്? മെക്കാനിക്കൽ എനർജി എന്തായിട്ടാ മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി. ഇതിന്റെ ഗ്രാഫ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡയറക്ഷൻ ചേഞ്ച് ആകുന്നത് കൊണ്ട് ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത് കേട്ടോ. അപ്പൊ ഗ്രാഫും കൂടെ പഠിച്ചു വെക്കുക. അടുത്ത ജനറേറ്ററിന്റെ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ. ആ ഡെറിവേഷൻ നോക്കണം. ജനറേറ്ററിന്റെ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത് അതിന്റെ പാർട്സ്, വർക്കിംഗ്, പിന്നെ കൺസ്ട്രക്ഷൻ, ആ ഫിഗർ നോക്കണം. അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന റിംഗ് എന്ന് പറയുന്ന സ്ലിപ്പ് റിംഗ് ആണ്. പിന്നെ അതിന്റെ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡെറിവേഷൻ കൂടെ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. പിന്നുള്ളതാണ് സെൽഫ് ഇൻഡക്ടൻസ്. എന്താണ് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളൊരു മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വോൾട്ടേജും ഒരു കറന്റും ഇൻഡ്യൂസ്ഡ് ആകും. അപ്പൊ അവിടെ ഇൻഡ്യൂസ്ഡ് ആകുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻഡ്യൂസ്ഡ് EMF സെൽഫ് ഇൻഡക്ഷന്റെ കേസിൽ ബാക്ക്വേർഡ് ആയിട്ടായിരിക്കും. ബാക്ക് EMF ആണ് ഉണ്ടാവുക സെൽഫ് ഇൻഡക്ഷന്റെ കേസിൽ. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ സറൗണ്ടിങ്സിൽ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ്ഡ് ആകും. ആ EMF എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷന്റെ കേസിൽ ബാക്ക് EMF എന്നാണ് പറയാ. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിക്കും. ഇതാണ് അതിന്റെ ഇക്വേഷൻ. Phi is equal to Li എന്ന് പറയുന്നതാണ്. L എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് നമ്മൾ രണ്ട് കോയിലുകൾ കെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കാരണം സെക്കൻഡ് കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ്ഡ് ആകുന്ന ഫിനോമിനെ പറയുന്ന പേരാണ് എന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഇക്വേഷൻ വരുന്നത്. Phi is equal to Mi എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇതിന്റെ ഡെറിവേഷൻ സെൽഫ് ഇൻഡക്ഷന്റെയും അതുപോലെ മ്യൂച്വൽ ഇൻഡക്ഷന്റെയും ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ പഠിച്ചിട്ട് വേണം പോവാൻ. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ വരുന്നതാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ ഭാഗം പഠിക്കണം. ട്രാൻസ്ഫോമർ രണ്ട് ടൈപ്പ് ആണ്. ഒന്ന് സ്റ്റെപ്പ് അപ്പ്, രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗൺ. അതിന്റെ ഡിഫറൻസ് പഠിക്കണം. ഇതാണ് ട്രാൻസ്ഫോമർ. അതുപോലെ എനർജി ലോസസ് ഓഫ് ട്രാൻസ്ഫോമർ, ഇതാണ് ഈ ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. എ സി എന്ന് പറയുന്ന ചാപ്റ്റർ, അത് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പിന്നെ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് LCR സർക്യൂട്ട്. LCR സർക്യൂട്ട് പഠിക്കുക, അതിന്റെ ഫേസർ ഡയഗ്രാം പഠിക്കുക. LCR സർക്യൂട്ടും ഫേസർ ഡയഗ്രാമും, അതുപോലെ ഇംപെഡൻസ്, പവർ ഫാക്ടർ. ഇംപെഡൻസും പവർ ഫാക്ടറും, ഇത്രയാണ് AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ LCR സർക്യൂട്ട് നന്നായിട്ട് പഠിക്കുക, അതിന്റെ ഇംപെഡൻസിന്റെ ഫേസർ ഡയഗ്രാം പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് എന്താ പറയാ, നമ്മുടെ പവർ ഫാക്ടർ. പിന്നെ നമുക്ക് വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്ന് EM വേവ്സിന്റെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് ആൻഡ് നേച്ചർ എഴുതി തന്നിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. പ്രോപ്പർട്ടീസ് ആൻഡ് നേച്ചർ രണ്ടെണ്ണം വെച്ചിട്ടെങ്കിലും പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് റേഡിയോ, അതുപോലെ റേഡിയോ വേവ്, എക്സ്റേ, ഗാമ, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, വിസിബിൾ ലൈറ്റ്, മൈക്രോവേവ്. ഇത് ടേബിൾ ആക്കി എഴുതി തന്നിട്ടുണ്ട്. ഇതിന്റെ പഠിക്കേണ്ടത് പ്രൊഡക്ഷൻ, യൂസസ്, ഈ രണ്ടെണ്ണാണ് പഠിക്കേണ്ടത്. പ്രൊഡക്ഷനും യൂസസും മാത്രം പഠിച്ചാൽ മതി ഓരോ വേവിന്റെയും. പിന്നെ നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സിൽ നിന്ന് പഠിക്കേണ്ടത് ഒന്ന് റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രിസത്തിന്റെ. പിന്നെ സിമ്പിൾ മൈക്രോസ്കോപ്പ്, സിമ്പിൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ലെൻസ് മേക്കർ ഫോർമുല, മിറർ ഫോർമുല, കോമ്പിനേഷൻ ഓഫ് ലെൻസ്. ഇത് നമുക്ക് ചോദിക്കുന്നത് 14 മാർക്കിനാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. 14 മാർക്കിന് ചോദിക്കുന്നതാണ്. ആരും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന ഡെറിവേഷൻസ് എല്ലാം നന്നായി പഠിച്ചിട്ട് വേണം പോവാൻ. പിന്നെ വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സില് ഹൈഗൻസ് പ്രിൻസിപ്പിൾ,
പഠിച്ചിട്ട് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഹൈഗൻ പ്രിൻസിപ്പിൾ എന്താണ്? അതിന്റെ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും. പിന്നെ പഠിക്കേണ്ടത് വേവ് ഫ്രണ്ട് എന്താണ്, അതും പഠിക്കണം. പിന്നെ ഉള്ളത് ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 11 മാർക്ക് അല്ലെങ്കിൽ 13 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും നന്നായിട്ട് പഠിക്കുക. നമുക്ക് വേവ് ഒപ്റ്റിക്സ് വരെയാണ് നമുക്ക് എക്സാമിനുള്ളത്. പഴയ പോർഷൻസും പഠിക്കണം. പുതിയ 5ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ വരെയുള്ള വേവ് ഒപ്റ്റിക്സ് വരെയുള്ള ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക. നോട്ട്സ് എഴുതി തന്നിട്ടുണ്ട് ഈ ഓരോ ടോപ്പിക്കിന്റെയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ പറഞ്ഞു തരാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ പറഞ്ഞ ടോപ്പിക്കൊക്കെ നന്നായി പഠിച്ചിട്ട് നന്നായിട്ട് ഒരു എക്സാം എഴുതിയിട്ട് വരും കേട്ടോ.